ഫോറൻസിക് ലാബിലെ സെക്യൂരിറ്റി രാജനെ കാണാൻ ജോർജ് കുട്ടി പോകുന്ന സീനുകളെല്ലാം ശ്രദ്ധിച്ചാലും ഒരു കാര്യമുണ്ട്, അയാളുടെ കയ്യിൽ എപ്പോഴും ഒരു ബാഗ് ഉണ്ടാകും. ആദ്യമൊക്കെ നമുക്ക് തോന്നും അയാൾ എവിടെ പോയി വരുന്ന വഴിയാണ്, അല്ലെങ്കിൽ വെറുതെ ഒരു ബാഗ് കയ്യിൽ വെച്ചിരിക്കുകയാണ്. പക്ഷേ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴാണ് ആ ബാഗിൻ്റെ യഥാർത്ഥ ലക്ഷ്യം നമുക്ക് മനസ്സിലാവുന്നത്. ലാബിലെ അസ്ഥികൾ മാറ്റണമെങ്കിൽ അത് സുരക്ഷിതമായി പുറത്തെത്തിക്കാൻ ഒരു ബാഗ് അത്യാവശ്യമായിരുന്നു. ക്ലൈമാക്സ് ദിവസം മാത്രം പെട്ടെന്നൊരു ഭാഗമായിട്ട് അവിടെ എത്തിയാൽ അത് രാജൻ്റെയോ പോലീസിൻ്റെയോ സംശയത്തിനിടയാക്കാം. അത് ഒഴിവാക്കാൻ വേണ്ടി മാസങ്ങളോളം ആ ബാഗ് തന്നെ ശരീരത്തിൻ്റെ ഭാഗമെന്നാണ് കൊണ്ടു നടന്ന് ജോർജ് കുട്ടി എല്ലാവരെയും നല്ലപോലെ പറ്റിച്ചു. രാജനെ സംബന്ധിച്ചിടത്തോളം ബാഗുമായി വരുന്ന ജോർജ് കുട്ടി ഒരു സ്ഥിരം കാഴ്ചയായി മാറി. അതുകൊണ്ട് തന്നെ അസ്ഥികൂടം മാറ്റിയ ആ നിർണായക ദിവസവും ആ ബാഗ് ആരുടെയും കണ്ണിൽപ്പെട്ടില്ല. ആരും സംശയിക്കാത്ത രീതിയിൽ തൻ്റെ പ്ലാനിലെ ഓരോ ചെറിയ കാര്യങ്ങൾ പോലും കൃത്യമായി നടപ്പിലാക്കിയ ജോർജ് കുട്ടി ശരിക്കും ഒരു മാസ്റ്റർ മൈൻഡ് തന്നെയാണ്. ഇനി പറയാൻ പോകുന്നത് ജോർജ് കുട്ടിയുടെ ബുദ്ധിയെക്കുറിച്ചല്ല. ജോർജ് കുട്ടിയുടെ ബുദ്ധി മാത്രമല്ല ദൃശ്യം ടൂവിൽ സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട ടെക്നിക്കൽ മിസ്റ്റേക്ക് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാം ഭാഗത്തിന് തുടക്കത്തിൽ ആന്റണി എന്ന പോലീസുകാരൻ ആ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലായിട്ട് പുതിയ പോലീസ് സ്റ്റേഷൻ